ഇടതുമുന്നണിയുടെ ഉരുക്കുകോട്ടകളായ കോഴിക്കോട്ടെ ചില ഗ്രാമങ്ങൾ പിടിക്കാൻ UDF നേതൃത്വം ഇത്തവണ രംഗത്തിറക്കിയത് യുവാക്കളെയാണ്. കക്കോടിയിലെ 3 യുവ സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. വൈഎസ് അഭിനന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. യുവാക്കളെ കളത്തിലിറക്കി വാശിയേറിയ പോരാട്ടത്തിനാണ് കോഴിക്കോട്ടെ UDF ഒരുങ്ങുന്നത്. എന്തായാലും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെ കോർപ്പറേഷനിലെ മുഴുവൻ പഞ്ചായത്തുകളും ഒരു സമ്പൂർണ്ണ വിജയം നേടാനാണ് ഇത്തവണ UDF ഭൂരിഭാഗം ആളുകളെയും യുവാക്കളെ കളത്തിലിറക്കിയിരിക്കുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് 3 കുട്ടി സ്ഥാനാർത്ഥികളാണ്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെ കക്കോട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന വിനയാദാസ്, ഒപ്പം തന്നെ കുന്നമനം മങ്കര ബ്ലോക്ക് പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥി ലീഗ് സ്ഥാനാർത്ഥിയാണ് ഐഷ ഫിദ, ഒപ്പം കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിലേക്ക് മത്സരിക്കുന്ന വിഷ്ണുപ്രിയ. നിങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും കുട്ടി സ്ഥാനാർത്ഥികൾ. അപ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളാണുള്ളത്? തീർച്ചയായിട്ടും ജയിക്കും. കാരണം ആളുകളുടെ അടുത്തേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അവർ ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക് തരുന്നത്. ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത്തവണ ജയിക്കുന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. വിനയാദാസിന് അന്ന് DCC പ്രസിഡന്റ് പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങളൊരു പുലിക്കുട്ടിയെ കക്കോടിയിൽ ഇറക്കും, അത് കക്കോടി ഇത്തവണ വലിയ മാറ്റം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. അത് ഇപ്പോഴും എങ്ങനെയാണ് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീൽ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. ആളുകൾ നമ്മളോട് ആ രീതി തന്നെയാണ് സംസാരിക്കുന്നത്. കാരണം ആളുകൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. ജെൻസി ആണ് പുറത്തോട്ട് ഇറങ്ങുന്നത്. അപ്പം ഒരു കുട്ടിയൊക്കെ തെരഞ്ഞെടുപ്പിന് മുന്നിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ചില തെറ്റിദ്ധാരണകളൊക്കെ ഇല്ലേ ആൾക്കാർക്ക്? പറയാറുണ്ട് പ്രായം കുറവാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതൊക്കെ ഞങ്ങൾ മാറ്റി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ബ്ലോക്കിലും ജില്ലയിലും കോർപ്പറേഷൻ എല്ലാം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 22 എന്ന് പറഞ്ഞ ഏറ്റവും ചെറിയ നമ്പറാണ് UDFനെ സംബന്ധിച്ചോളം. അതാണ് ഐഷ ഫിദ. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. എന്നെ അപേക്ഷിച്ചിടത്തോളം കോളേജുകളിൽ നിന്ന് നേരെ വെസ്റ്റ് പോളിടെക്നിക് കോളേജിൽ നിന്ന് UDFൻ്റെ ജോയിൻറ്റ് കൺവീനർ ആയിരുന്നു UDSFൻ്റെ. പിന്നെ നേരിട്ട് ബ്ലോക്കിലേക്കാണ് മത്സരിക്കുന്നത്. നമ്മുടെ യുവാക്കളുടെ ഒരു ഇതിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി ഇവിടെ വേണ്ടത് നാട്ടിൽ? ഏറ്റവും കൂടുതൽ വികസന സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ഈ കക്കോടി എന്ന് പറയുന്നത്. പക്ഷേ എന്നിട്ടും ഇവിടെ ഒരു വികസനം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ യുവാക്കളെ സംബന്ധിച്ച് യുവാക്കളുടെ കഴിവുകൾ പരിപോഷിക്കുന്ന രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള പ്രവർത്തനവും ഇവിടെ നടന്നിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു പ്ലേ ഗ്രൗണ്ട്, അങ്ങനത്തെ കാര്യങ്ങളാണ് യുവാക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ വിചാരിക്കുന്നത്. എല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നം റോഡിൻ്റെതാണ്. അതാണ് എല്ലാവർക്കും ആദ്യമായിട്ട് മാറ്റേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് കോളൊക്കെ ദിവസം ഇനി വരുമായിരിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ റെഡിയാണോ? തീർച്ചയായിട്ടും റെഡിയാണ്. ഫോൺ വിളിച്ചാൽ ആര് വിളിച്ചാലും എടുക്കാൻ റെഡിയാണ്. അവർക്കുള്ള മറുപടി ഒക്കെ കൊടുക്കാൻ റെഡിയാണ്. പെട്ടെന്ന് എത്തിച്ചേരാൻ ശ്രമിക്കലുണ്ട്. യുവാക്കളെ കളത്തിലിറക്കി നിറയുകയാണ് യഥാർത്ഥത്തിൽ കോഴിക്കോട്ടെ UDF മാത്രമല്ല മറ്റ് കക്ഷികളൊക്കെ കഴിഞ്ഞ തവണത്തേക്കാളും ഒക്കെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ യുവാക്കൾ മത്സര രംഗത്തുള്ളത് ഈ വർഷമാണ്. കോഴിക്കോട്ടും തിരിച്ചു പിടിക്കാൻ ലക്ഷ്യത്തോടുകൂടിയാണ് മൂവരെ രംഗത്തിറക്കുന്നത്. വലിയ വിജയപ്രതീക്ഷയാണ് ഇവരെല്ലാം നമ്മളോട് പറയുകയും ചെയ്തത്. എന്തായാലും വിജയാശംസകൾ. കോഴിക്കോട് നിന്നും ജയൻ കല്യാശ്ശേരിക്കൊപ്പം വൈഎസ് അഭിനന്ദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.